ഹലോ, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചക്കക്കുരുവും മുരിങ്ങക്കായും കറിയായിരുന്നേ. അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? ആദ്യം തന്നെ നമ്മളൊരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് മതി കേട്ടോ, കാരണം ചക്കക്കുരുവിനൊരു കൊഴുപ്പുണ്ടാവും കറിക്ക്. ഇനി കുറച്ച് ചക്കക്കുരു, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക്, ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു അത്ര പോരെന്ന് എനിക്ക് തോന്നി, കുറച്ച് ചക്കക്കുരുവും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു വെന്ത് വരുന്ന സമയം കൊണ്ട് മുരിങ്ങക്കായയും തക്കാളിയും നന്നാക്കി വെക്കാം. അതോടൊപ്പം തന്നെ അതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ ഒരു 2 വിസിലിനൊക്കെ ചക്കക്കുരു വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയും നന്നാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായയും ചേർത്തിട്ട് കുക്കറിൽ ഒന്നുകൂടി അടയ്ക്കാം. ഒരൊറ്റ വിസിലിൻ്റെ വേവ് മതി കേട്ടോ, അതിൽ കൂടുതൽ അവനെ വേകാൻ അനുവദിച്ചുകൂടാ. ഇനി നമുക്ക് അപ്പം തന്നെ അത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം. കുക്കറിൽ കിടന്ന് അങ്ങനെ വേവണ്ട. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കണം. ആ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇനി അതിലേക്കൊരു വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മുരിങ്ങക്കായ കറി ഇവിടെ റെഡിയാണേ.